everyone. Yes, units and measurements എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതിൽ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ ഈ ഒരു സെഷനിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സോ ഡയമെൻഷണൽ അനാലിസിസിന്റെ ആപ്ലിക്കേഷൻസ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് വൺ, ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ അല്ലെ. ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഡെറൈവ് ദ ഫോർമുല അല്ലെ, ഇതൊരു ജനറൽ ഇക്വേഷൻ നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഡെറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്, ഡയമെൻഷൻ അനാലിസിസ് യൂസ് ചെയ്യാറുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക, നമ്മൾ ജനറൽ ഫോർമുല ഫോം ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. The centripetal force which depends on, ഇവിടെ തന്നിട്ടുണ്ടാവുക ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സം അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ് തരുന്നുണ്ടാവുക. അപ്പോൾ അത് ഏതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഇട്ട് കൊടുക്കുക. സോ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തിനൊക്കെയാണ്, മാസ് ഓഫ് ദ ബോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യണു, മാസിനെ ഡിവൈഡഡ് ബൈ എം ആണോ അല്ലെങ്കിൽ ഇൻറ്റു എം ആണോ, അതല്ല എമ്മിന്റെ സ്ക്വയർ ആണോ ക്യൂബ് ആണോ റേസ് ടു സം വാല്യൂ ആണോ, അതൊന്നും നമുക്ക് അറിയില്ല. അതുകൊണ്ട് റേസ് ടു സം പവർ ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ എം റേസ് ടു എ ആൻഡ് വെലോസിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെലോസിറ്റി റേസ് ടു ബി ആൻഡ് റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്ത്, റേഡിയസ് ഓഫ് ദി സർക്കുലർ പാത്തിനെയും റേസ് ടു സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജനറൽ ഫോർമുല ബൈ യൂസിങ് ഡയമെൻഷൻ അനാലിസിസ് ആണ് നമുക്ക് കൊണ്ടുവരേണ്ടത്. സോ പ്രൊപ്പോർഷണാലിറ്റി സൈൻ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വൽ സൈൻ ആക്കാൻ വേണ്ടി നമ്മൾ കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യണോ, കോൺസ്റ്റന്റ് എം റേസ് ടു എ ബി റേസ് ടു ബി ആർ റേസ് ടു സി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ രണ്ട് സൈഡിലും ഡയമെൻഷണൽ ഫോർമുലാസ് ഇട്ട് കൊടുക്കുക. സോ ഫോഴ്സിന്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, മാസ് ഇൻറ്റു ആക്സിലറേഷൻ എം എൽ ടി റേസ് ടു -2 ആണ്. ആൻഡ് ഇവിടെ കോൺസ്റ്റന്റ് വാല്യൂ 1 ആണ്, 1 എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അത് 1 നിങ്ങൾ ഇട്ട് കൊടുക്കുക. ആൻഡ് എം റേസ് ടു എന്നുണ്ടെങ്കിൽ മാസിന്റെ ഡയമെൻഷണൽ ഫോർമുല എം തന്നെയാണ്, m raised to a. Velocity dimensional formula is lt raised to -1 raised to b. Radius എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത് തന്നെയാണ്, അത് raised to c. ഓക്കെ, യെസ്. ഇനി നമ്മൾ രണ്ട് സൈഡിലും ഓരോ ടേംസിന്റെ പവർ നേരെ ഇക്വേറ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ എമ്മിന്റെ പവർ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എ ആണ്. സോ എ ഇസ് ഈക്വൽ ടു 1. അപ്പൊ എന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയമെൻഷൻ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ എൽ റൈസ് ടു ബി ഉണ്ട്, എൽ റൈസ് ടു സി ഉണ്ട് അല്ലെ. അപ്പൊ ബി പ്ലസ് സി ആണ് വരിക. ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും വരിക. ഓക്കെ, ഇനി അത് നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റില്ല, അടുത്ത പാർട്ടും കൂടെ കിട്ടിയിട്ട് ചെയ്യാം. ടീന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ പവർ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ -2 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ -b ആണ് അല്ലെ, -1 raised to b, that is -b ആണ്. സോ -b is equal to -2 which implies b is equal to എന്തായിരിക്കും വരിക, 2 ആണ്. b is equal to 2 ആണെങ്കിൽ b plus c is equal to നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. b plus c is equal to 1 ആണ്. സോ 2 plus c is equal to 1 ആണ്. c is equal to 1 minus 2 വരും, -1 വരും. അപ്പൊ c ന്റെ വാല്യൂ -1, a ന്റെ വാല്യൂ 1, b ന്റെ വാല്യൂ 2. ഓക്കെ, ഇതെല്ലാം നമ്മൾ തന്നിട്ടുള്ള ഈ ഒരു ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക, എഫ് സി ഇസ് ഈക്വൽ ടു എം റേസ് ടു 1 വി റേസ് ടു 2 ആർ റേസ് ടു -1 അല്ലെ. ദാറ്റ് ഈസ് എഫ് സി ഇസ് ഈക്വൽ ടു എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ജനറൽ ഫോമിൽ നമുക്ക് ഡെറൈവ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ദിസ് വൺ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റനും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഈ ഒരു ക്വസ്റ്റനിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ബി ഇസ് ഈക്വൽ ടു v0 + 80 എന്ന് പറയുന്ന ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ ഇക്വേഷൻ എഴുതി വെക്കുക. എന്നിട്ട് രണ്ട് സൈഡിലും ഇക്വേഷൻസിന്റെ ഡയമെൻഷണൽ ഫോർമുലാസ് ചെക്ക് ചെയ്യുക. LHS ഉം RHS ഉം ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. സോ LHS ഉള്ളതിന്റെ ഡയമെൻഷണൽ ഫോർമുല നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷണൽ ഫോർമുല ഓഫ് LHS ഉണ്ടാവുന്നതിന്റെ ഡയമെൻഷണൽ ഫോർമുല കണ്ടുപിടിക്കുകയാണെങ്കിൽ v ആണല്ലോ. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഡയമെൻഷണൽ ഫോർമുല ഇസ് lt raised to -1 ആണ്. ഓക്കെ, ഇനി RHS നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഡയമെൻഷൻ ഫോർമുല കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ v0 എന്ന് പറയുന്നതും ഇസ് ഓൾസോ എന്ത് തന്നെയാണ്, വെലോസിറ്റി തന്നെയാണ്. അതിന്റെയും ഡയമെൻഷൻ ഫോർമുല ഇസ് lt raised to -1 ആണ്. ആൻഡ് നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ATന്റെ ഡയമെൻഷൻ ഫോർമുല ചെക്ക് ചെയ്യുകയാണെങ്കിൽ a എന്ന് പറയുന്നത് ആക്സിലറേഷൻ lt raised to -2 ഇൻറ്റു ടി കൂടി ഉണ്ട്, ടീന്റെ അതേപോലെ തന്നെ 2. അപ്പൊ t raised to -2 ഇൻറ്റു t raised to 1 ചെയ്ത് കഴിഞ്ഞാൽ t raised to -1 വരും. സോ ഫൈനൽ ആയിട്ടുള്ള ഡയമെൻഷൻ ഫോർമുല ഇസ് lt raised to -1. ഓക്കെ, സോ ഇതൊന്നും നമുക്ക് എന്ത് മനസ്സിലായി, ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളതും lt raised to -1 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടാകുന്ന രണ്ട് ടേംസിന്റെയും lt raised to -1, lt raised to -1. Therefore എനിക്ക് എന്ത് പറയാം, ഡയമെൻഷണൽ ഫോർമുലാസ് ഓൺ ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് which is equal to dimensional formulas on the right hand side, that is LHS equal to RHS. Therefore this equation is dimensionally
കറക്റ്റ്. ഇനി ഇതിൽ ഏതെങ്കിലും ടേംസ് ഇതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും റൈറ്റ് ഹാൻഡ് സൈഡിലും ഡയമെൻഷൻ ഫോർമുലാസ് ബാലൻസ് ചെയ്ത് വന്നില്ല അല്ലെങ്കിൽ സെയിം ആയിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഇക്വേഷൻ ഇസ് ഡയമെൻഷണലി ഇൻകറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടുത്തെ കേസിൽ ഇറ്റ് ഇസ് ഡയമെൻഷണലി കറക്റ്റ്. അപ്പൊ ഈ രണ്ട് ആപ്ലിക്കേഷൻസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് നോക്കാണ്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിന് പോവരുത്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കുന്നതും നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു.